ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നിവിടെ ഒരു ഞണ്ട് റോസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായി ഞാനിവിടെ ഞണ്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ കെട്ടൊന്നും ആദ്യമേ തന്നെ അഴിച്ച് കളയരുത്. ആദ്യമേ ആ കാല് രണ്ടും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ കാല് കട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും സൂക്ഷിച്ച് ചെയ്യുക. നല്ല ജീവനുള്ള ഞണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിരലത് കടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യണത് സൂക്ഷിച്ച് ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ടാണ് കേട്ടോ അതിൻ്റെ കാലൊക്കെ ഒന്ന് കട്ട് ചെയ്യിപ്പിച്ചെടുത്തത്. അവസാനം ഞങ്ങളത് കട്ട് ചെയ്ത് എടുത്ത് ഈ ഒരു പരുവത്തിൽ ഞങ്ങളിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി, ഒരു ചെറിയ കഷ്ണം കൊടുമ്പുളി കൂടിയിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ദേ വെന്ത് വരുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പച്ചമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഞണ്ട് കണ്ടോ, അതേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ദേ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് സവോളയെല്ലാം ഇട്ട് കൊടുത്ത് സവോള ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് ആ പൊടികളെല്ലാം അതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ആ വേവിച്ച് വെച്ച രണ്ടും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രേവി എല്ലാം ഒന്ന് കുറുകി ആ ഞണ്ടിലോട്ട് ഒന്ന് ആ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഞണ്ട് ആ ഗ്രേവി കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ട ആ മസാലയെല്ലാം ആ ഞണ്ടിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം 2 തണ്ട് വേപ്പില കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ചതച്ച് വെച്ച കുരുമുളകുണ്ട്, അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്, താങ്ക് യു.